കേരളത്തിലെ പ്രാധാന്യമേറെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. പൂജകളിലും ആചാരരീതികളിലും വ്യത്യസ്തമായ ഉത്സവ ചടങ്ങുകളാലും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ജ്യേഷ്ഠാനുജന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും ചേർന്നുള്ള ബാലലീലകളാണ് അതിൽ ഏറെ പ്രാധാന്യം. ഭഗവാന്മാരോടൊപ്പം ആടാനും ഓടാനും നൃത്തം വയ്ക്കാനും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആബാലവൃദ്ധം ജനങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഉത്സവം കൂടാൻ ഭാഗ്യം ലഭിച്ചവർക്ക് പുനർജന്മമില്ലെന്നും അവർ ഭഗവാനിൽ ലയിച്ച് മോക്ഷപദം നേടുന്നു എന്നുമാണ് വിശ്വാസം. ആനയും വെടിക്കെട്ടുമൊന്നുമില്ലെങ്കിലും നാടും നഗരവും പൂക്കോത്തുനടയും ക്ഷേത്രസന്നിധിയും ബലരാമനോടൊത്തും ഭഗവാൻ കൃഷ്ണനോടൊത്തും പതിനായിരങ്ങൾ ആനന്ദ നൃത്തമാടി നിർവൃതി കൊള്ളുന്ന മഹത്തായ ഒരു ഉത്സവം. അതാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവം. ഉത്സവത്തിനും മഹോത്സവത്തിനും ആറാട്ടിനും മറ്റ് നിരവധിയായിട്ടുള്ള ചടങ്ങുകൾക്കും ശേഷം മീനം 6 വൈകിട്ട് നടക്കുന്ന കൂടിപ്പിരിയൽ ചടങ്ങ്. അതാണ് അത്യന്തം ആനന്ദ ലഹരിയിലും സങ്കടക്കടലിലും ആഴ്ത്തുന്ന ഒരു ചടങ്ങ്. നമ്മളെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും ഒരു ചൊല്ലുണ്ട്. എന്തെങ്കിലുമെല്ലാം പരിപാടിക്ക് പോയവരോട് പോകാത്തവർ ചോദിക്കും, എടാ എന്തുണ്ട്, ആളുണ്ടായിനാ? ഓ, പൂക്കോത്ത് നട പോലെ ഉണ്ടായിന് ആളെന്നാ പറയൽ. അത്രക്ക് ആൾക്കൂട്ടം പൂക്കോത്ത് നടയിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ബലരാമനും ഭഗവാൻ കൃഷ്ണനും ഭക്തരോടൊത്ത് ആടിയും പാടിയും നൃത്തം ചവിട്ടുന്നതായിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണ ബലരാമനും കൃഷ്ണനും പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും പിന്നെയും ഗോവിന്ദ ഗോവിന്ദ വിളികളിൽ ബലരാമൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും കൃഷ്ണൻ ബലരാമൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ ഭക്തരോടൊപ്പം ആടിയും പാടിയും ആനന്ദ നൃത്തം ചവിട്ടിയും അവസാനം പാൽക്കുടം വരുന്ന ഒരു സംഗതിയുണ്ട്. ആ പാൽക്കുടം വന്നതിന് ശേഷം പാൽക്കുടവുമായി ശ്രീകൃഷ്ണൻ തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രത്തിലേക്ക് പോവുകയും ബലരാമൻ മഴൂർ അമ്പലത്തിലേക്ക് പോവുകയും ചെയ്യുന്ന വികാരസാന്ദ്രമായ രംഗത്തോടുകൂടി കൂടിപ്പിരിയൽ അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളും കൂടി മുന്നോട്ടേക്കുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. പാൽക്കുടത്തിൻ്റെ പിന്നാലെ കൃഷ്ണൻ തൃച്ചംബരത്തേക്കും എത്ര വിളിച്ചിട്ടും മടങ്ങി വരാതെ ബലരാമൻ മഴൂരേക്കും.